അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, മഹത്തായ നമ്മുടെ ഈ ദാവാ സമ്മേളനത്തിലെ രണ്ടാമത്തെ ദിവസം യുവജന സമ്മേളനത്തിൻ്റെ സായാഹ്നത്തിലാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നമ്മൾ എവിടെ കൂടിയിരുന്ന് പരസ്യമായും രഹസ്യമായും ഇന്നത്തെ തലമുറയെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ കൂടുതൽ ദുഃഖവും നിരാശയും ആശങ്കയും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കേൾക്കേണ്ടി വരുന്നത്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തോന്നിവാസങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അധാർമികത പ്രചരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതിനൊരു മറുവശവുമുണ്ട്. സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി മുന്നോട്ട് വരുവാനും സന്നദ്ധരാകുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ വിസ്മരിച്ചുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരോ കുട്ടികളോ എന്തെങ്കിലുമൊക്കെ അധർമ്മം ചെയ്യുമ്പോൾ അതിനെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രം നടന്ന ചില സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി, ചെറുപ്പക്കാരുടെ വിലയും പവറും അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ ദുരന്തമുണ്ടായി, 2 ഗ്രാമങ്ങൾ ഒലിച്ചുപോയ സമയത്ത് ഈ പറയുന്ന നമ്മളാരും ആയിരുന്നില്ല അവിടെ സഹായിക്കാൻ വേണ്ടി പോയത്. ആ അപകടഘട്ടത്തിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് അവിടെ സ്വന്തം ജീവൻ പണയം വെച്ച് ആയിരക്കണക്കിന്, നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഇറങ്ങി വന്നത്. നമ്മളുടെ തൊട്ടടുത്ത് കരിപ്പൂർ എയർപോർട്ടിൽ വിമാനാപകടമുണ്ടായപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് മുഴുവനും പാലിച്ചുകൊണ്ട് എങ്ങനെ ഇവരെ രക്ഷിക്കാമെന്നിങ്ങനെ മർമ്മം നോക്കി നിൽക്കുന്ന ദുരന്ത സേനയെ മറികടന്നുകൊണ്ട് ചെറുപ്പക്കാർ രംഗത്ത് വന്ന് ആ അപകടത്തിൽപ്പെട്ടവരെ മുഴുവനും വാരിക്കോരിയെടുത്ത് സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് നിപ്പയുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും അതിൻ്റെ മുമ്പ് മറ്റ് ദുരന്തങ്ങളുണ്ടായപ്പോഴുമൊക്കെ നമ്മുടെ നാട്ടിൽ നന്മയുടെ വാഹകരായി ചെറുപ്പക്കാരുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ നാടിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള കാര്യങ്ങൾ പറയുന്നത്? ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കുറേ ചെറുപ്പക്കാരായ പോരാളികൾ, വിപ്ലവകാരികൾ, പണ്ഡിതന്മാർ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് കലിമത്തു തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് ദീനിൻ്റെ പ്രചാരണത്തിനും ദീനിൻ്റെ പ്രവർത്തനത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. കഴിഞ്ഞ 2 മാസമായി അവർക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. നാട്ടിൽ എവിടെയെങ്കിലും ഒരു പ്രേമം പിടിക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ ഞരമ്പ് കട്ട് ചെയ്യുമ്പോൾ, ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടുമ്പോൾ അതുമാത്രം പർവ്വതീകരിച്ച് മനസ്സ് മലിനമാക്കുന്നതിന് പകരം നാട്ടിൽ നടക്കുന്ന നന്മകൾ നമ്മൾ കാണണം. മദീനത്തുൽ ഉലൂം എന്ന് പറയുന്ന ഈ വിജ്ഞാന ഗോപുരത്തിൽ രാപ്പകലില്ലാതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെക്കുറിച്ച് പരാമർശിക്കാതെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയോ അവരെ അഭിനന്ദിക്കാതെയോ ഈ സമ്മേളനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് തൗഹീദിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അവർ ഓടി നടക്കുകയായിരുന്നു. ഈ ചെറുകാവ് പഞ്ചായത്തിലും പുളിക്കൽ പഞ്ചായത്തിലും മാത്രമല്ല, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ, ഇവിടുത്തെ പള്ളികളിൽ, ഇവിടുത്തെ മദ്രസകളിൽ, ഇവിടുത്തെ വീടുകളുടെ അങ്കണങ്ങളിൽ ആ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നടന്നു ചെന്നുകൊണ്ട് അവർ ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. വൈകുന്നേരങ്ങളിൽ അവിടെ നമ്മൾ അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു. പള്ളികളിൽ നമ്മൾ ഉത്ബോധന പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ സമ്മേളനം നടക്കുന്ന ദിവസം പോലും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്നുള്ളതും ഇസ്ലാം എന്താണ്, സ്ത്രീയെക്കുറിച്ച്, പെൺകുട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളതും ആധികാരികമായി രേഖകളുടെയും തെളിവിൻ്റെയും ശാസ്ത്രീയ പിൻബലത്തിൻ്റെയും പ്രാമാണികമായ പ്രവാചകചര്യയുടെയും ഖുർആനിക വചനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിമൺ എക്സ്പോ എന്ന് പറയുന്നൊരു വലിയ പരിപാടി നടത്തുകയായിരുന്നു നമ്മുടെ കുട്ടികൾ.
ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുവാൻ ഒരു സമൂഹം വൃദ്ധരായി അവർ കടന്ന് അസ്തമിച്ച് പോകുമ്പോൾ ആ പതാക ഏറ്റെടുക്കുവാൻ, ആ ദീപശിഖ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ പരലോകമോക്ഷം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ മദീനത്തുലുണ്ട്. ആ ചെറുപ്പക്കാരെ പിന്തുണയ്ക്കേണ്ടത്, അവർക്ക് മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി പിന്തുണ കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ സ്ഥാപനത്തിലും, എല്ലാ നാട്ടിലും, എല്ലാ ഗ്രാമങ്ങളിലും ഒക്കെ വൃത്തികേടുകളോ അധർമ്മങ്ങളോ ചെറുതും വലുതുമായൊക്കെ നടക്കും. അതുമാത്രം കുത്തിപ്പൊന്തിച്ച്, അതുമാത്രം നമ്മളിങ്ങനെ പർവ്വതീകരിച്ച് സംസാരിക്കുന്നതിന് പകരം നൂറുകണക്കിന് കുട്ടികൾ ഈ സ്ഥാപനത്തിനകത്തും പുറത്തുമായി ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ധാർമ്മികതയുടെ പടയാളികളായി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇങ്ങനെ നമ്മൾ സമൂഹം മുഴുവനും നശിച്ചിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയുടെ ഒരു തുരുത്തു പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുറവിളിയിട്ട് കരയുന്നതിന് പകരം എവിടെയെങ്കിലും ചെറുപ്പക്കാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരിലേക്ക് മറ്റു ചെറുപ്പക്കാരെയും യുവത്വത്തെയും കൊണ്ടു നടക്കുവാനുമുള്ള ഒരു നല്ല മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് സംസാരിക്കാനുള്ളത്. എനിക്ക് ശേഷം സംസാരിക്കേണ്ട എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും എൻ്റെ ചങ്ങാതിയുമായിട്ടുള്ള പി കെ സക്കരിയ സ്വലാഹിക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.